ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചു. സോ നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം ഓൺഗോയിങ് എക്സാം ആണ്, ഓൺഗോയിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എക്സാം പ്രിപ്പറേഷനിലായിരിക്കും. കുറച്ച് പേർക്കെങ്കിലും എക്സാം കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ കഴിഞ്ഞവര് കയറുമോ, ഇപ്രാവശ്യമെങ്കിലും ലിസ്റ്റിൽ വീഴുമോ, ജോലി കിട്ടുമോ, സേഫ് സ്കോർ ആണോ എന്നൊക്കെ ഇരിക്കായിരിക്കും. അപ്പൊ ഇനി എഴുതാൻ പോകുന്നവർ എത്ര അറ്റംപ്റ്റ് നടത്തണം, അറ്റൻഡ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും കഴിഞ്ഞ വർഷത്തെ, അതായത് പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫും പ്രാവശ്യം എത്രയായിരിക്കാം സേഫ് സ്കോർ എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മുടെ RRB ഗ്രൂപ്പ് ഡി പ്രീവിയസ് ഇയർ കട്ട് ഓഫ് അല്ലെ, 2019 ലാസ്റ്റ് ഗ്രൂപ്പ് ഡി വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ 2019 കട്ട് ഓഫ് ആ ഒരു പാറ്റേൺ നോക്കുമ്പോൾ ഓരോന്നും സോൺ അല്ലെ, ഓരോ സോൺ വൈസ് ആണ് ഗ്രൂപ്പ് ഡിയുടെ കട്ട് ഓഫ് വരുന്നത്. ഓരോ സോണിനും ഓരോ കട്ട് ഓഫ് തന്നെയാണ്. അപ്പോൾ ഈ സോൺ വൈസ് കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ചണ്ഡീഗഡിലായിരുന്നു കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ വന്നത്. 71 ഉണ്ടായിരുന്നു ചണ്ഡീഗഡിലെ കട്ട് ഓഫ്. ദെൻ റാഞ്ചി, ഗുവാഹത്തി, ഭുവനേശ്വർ, ചെന്നൈ, എല്ലാവരും ചെന്നൈ സർക്കിളിൽ വെക്കുന്നവരുടെ കട്ട് ഓഫ് നോക്കിയാൽ അറിയാം 60.95 ആണ്. അപ്പൊ ഈ കട്ട് ഓഫും പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകരുത്. കാരണം അറിയാലോ, 2019 റെയിൽവേ വിളിച്ച സമയത്തെ വേക്കൻസി എന്ന് പറയുന്നത് 1,00,000-ലധികം വേക്കൻസീസ് ഉണ്ടായിരുന്നു അല്ലെ. 1,03,000-ലധികം വേക്കൻസീസ്, 1 lakh above വേക്കൻസീസ് ആണ് കഴിഞ്ഞ തവണ റെയിൽവേ ഗ്രൂപ്പ് ഡി വിളിച്ചപ്പോൾ ഉണ്ടായിരുന്ന വേക്കൻസീസ്. അപ്പോ ആ ഒരു വേക്കൻസീസിലാണ് ഇത്രയും കട്ട് ഓഫ്. അപ്പൊ ഇപ്പോഴത്തെ വേക്കൻസീസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1000 പ്ലസ് ആണല്ലേ, 32,000 സംതിങ് ആണ് വേക്കൻസീസ്. 32,400 സംതിങ്, 438 വേക്കൻസീസ് ആണ് ഇപ്പോഴുള്ളത്. 2025 വിളിച്ചപ്പോ 32,000 വേക്കൻസീസ് ആണെങ്കിൽ 2019 കേസ് വരുമ്പോൾ 1,00,000-ലധികം വേക്കൻസീസ് ആണുള്ളത്. ആ ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പൊ ഈ ഒരു കട്ട് ഓഫ് നോക്കിക്കൊണ്ട് ഇപ്പോഴത്തെ എക്സാമിന് പോകാൻ പറ്റും? ഒരിക്കലും ഇല്ല. സോ ഈ കട്ട് ഓഫ് എന്തായാലും ആയിരിക്കില്ല. 1,00,000 ആപ്ലിക്കൻസ് അല്ലെങ്കിൽ 1,00,000 സീറ്റ് ഉള്ള സമയത്തെ കട്ട് ഓഫും 32,000 സീറ്റുള്ളപ്പോഴുള്ള കട്ട് ഓഫ് നല്ല വ്യത്യാസം ഉണ്ടാകും. ഒരുപാട് എന്തായാലും ഗ്രൂപ്പ് ഡി എക്സാം ആണ്, ഒരുപാട് ഹൈ കട്ട് ഓഫ് എന്തായാലും പോകില്ല. കാരണം 10 എഴുതുന്ന പോലെ 10 ബേസ് ചെയ്തിട്ടുള്ളവർ, 10ാം ക്ലാസ് പാസ്സായവരും കൂടി എഴുതുന്ന. അപ്പൊ നമുക്ക് എന്തായാലും ഒരു കട്ട് ഓഫ് ഏകദേശ ലെവൽ അറിഞ്ഞിരിക്കും. അപ്പൊ ഇത്രയും കട്ട് ഓഫ് എന്തായാലും അല്ലെ. അപ്പൊ കട്ട് ഓഫ് ലെവൽ എത്രയായിരിക്കാം, എക്സാം എങ്ങനെയായിരുന്നില്ലെങ്കിൽ എക്സാമിന്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ കൂടുതൽ, എങ്ങനെയായിരുന്നു പാറ്റേൺ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരിക്കാം കട്ട് ഓഫ് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് അധികം വന്നിട്ടുള്ളത്, ഇവിടെയൊക്കെ ഊന്നൽ കൊടുത്ത് പഠിക്കണം എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി സേഫ് സ്കോർ എന്താണ്, അറ്റൻഡ് ചെയ്തതിൽ ഇത് സേഫ് സ്കോർ ആണോ, നോർമലൈസേഷൻ ഉണ്ടോ എന്നൊക്കെയുള്ള ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നോർമലൈസേഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നോർമലൈസേഷൻ ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം ഈ ഒരു 32,000 വേക്കൻസീസിന് വേണ്ടിയുള്ള എക്സാം ആണ്. 1 കോടി ആപ്ലിക്കൻസ് ആണ്, അല്ലെ 1,08,00,000-ഓളം അപ്ലൈ ചെയ്തവരാണ്. അപ്പൊ അത്രയും പേര് എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്യില്ല. 50 ലക്ഷം എന്തായാലും എക്സാം. സോ ആ 50 lakhs അറ്റൻഡ് ചെയ്യുന്ന എക്സാമിൽ ഒരു മാസം നീളുന്ന എക്സാം ആണല്ലോ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നവംബർ 27 സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം ജാനുവരി പകുതി വരെ എക്സാം ആണ്. അപ്പോൾ 1 മാസത്തോളം നീളുന്ന എക്സാം ആണ്. ആ 1 മാസത്തോളം നീളുന്ന എക്സാമിന് എന്തായാലും പല ഷിഫ്റ്റിലും മാർക്ക് ഒരു വേരിയേഷൻ ഉണ്ടാകും. സോ എന്തായാലും എന്തുണ്ടാകും, നോർമലൈസേഷൻ ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഷുവർ ആയിട്ടും നോർമലൈസേഷൻ ഉണ്ടാകും ആണല്ലോ. അപ്പൊ ഈ നോർമലൈസേഷൻ ഒക്കെ ഉണ്ടാകും. ഇനി സേഫ് സ്കോർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നിങ്ങൾ നോക്കിയാൽ ചെന്നൈ സർക്കിളിലൊക്കെ 60.95 ആണ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് വരുന്നത്. ഈ വർഷം വേക്കൻസീസ് നല്ല കുറവാണ്, 30,000 പ്ലസ് വേക്കൻസി. അപ്ലൈ ചെയ്തവരുടെ എണ്ണം ഒരുപാട് കൂടുതലും ഇപ്പോഴത്തെ ആ ഒരു എക്സാം ട്രെൻഡ്, എക്സാമിന്റെ ആ ഒരു ടഫ്നെസ്സും പാറ്റേണും ഒക്കെ അനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു എത്രയാണ്, ഒരു 70 മാർക്സ്, 70 നമുക്കൊരു സേഫ് സ്കോർ ആയിട്ട് വേണമെങ്കിൽ വെക്കാം. ഈ ഇപ്പൊ നടക്കുന്ന എക്സാമിന്, അതായത് 100 ചോദ്യങ്ങളുള്ള നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിക്കുന്നവരോടൊക്കെ പറയുന്ന എക്സാം വലിയ കുഴപ്പമില്ല, എളുപ്പമായിരുന്നു, എക്സാം എളുപ്പമായിരുന്നു. ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഏകദേശം ഒരു ലെവൽ, അതായത് 10 മുതൽ PhD വരെ ഉള്ളവർ അറ്റൻഡ് ചെയ്യുന്ന എക്സാം. ബേസിക് ക്വാളിഫിക്കേഷൻ 10 ആണ്.
സോ എക്സാം ഒരുപാട് ടഫായിട്ട് എന്തായാലും പോവില്ല, ഒരുപാട് ഈസി ആക്കാനും പറ്റില്ല. അപ്പൊ ഒരു മോഡറേറ്റ് ലെവലിലെ എക്സാം ആണ്. അപ്പൊ 50% ചോദ്യങ്ങളും അതിൽ എന്തായിരിക്കും, ഈസി പാറ്റേൺ ആയിരിക്കും അല്ലെ. ഈസി പാറ്റേൺ ആയിരിക്കും. 50% ക്വസ്റ്റ്യൻസും ഈസി ആയിരിക്കും. ഇനി കുറച്ചൊന്ന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു 10 കൂടെ ഉറപ്പായിട്ടും കിട്ടും. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും, ജസ്റ്റ് പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ പോലും 50% നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി എക്സാം കുറച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു 60+ മാർക്സ് സ്കോർ ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു 65 നോക്കാം. ഇനി എക്സാമിന്ന് പറഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്ത് അതിന്റെ കൂടെ മെനക്കെട്ടിരിക്കുന്നവർക്ക് എന്തായാലും ഒരു 70+ സ്കോർ ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും സാധിക്കും. ഈ എക്സാം എന്ന് പറഞ്ഞ് തുടക്കം മുതൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ 70+ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫും നമുക്ക് ഒരു 60 റേഞ്ച് അല്ലേ, ആവറേജ് 60, 69 ആ റേഞ്ച് ആണ്. 70 രണ്ടിടത്ത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം 65, 60 ആ റേഞ്ച്. സോ വേക്കൻസീസ് കുറയുന്നതനുസരിച്ച് ആ കട്ട് ഓഫിന് എന്തായാലും താഴോട്ട് പോവില്ല, 60 താഴോട്ട് എന്തായാലും പോവില്ല. അപ്പൊ എന്തായാലും ഒരു 70+ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സേഫ് സ്കോർ. അപ്പോഴും നമ്മൾ നോർമലൈസേഷൻ കൊടുത്തിട്ടില്ല, എന്നാലും കട്ട് ഓഫ് വരുമ്പോൾ ഒരു 72, നോർമലൈസേഷനും കൂടെ കയറി വരുമ്പോൾ ഒരു 70+ ആയിരിക്കും. 72നും ഒരു 78നും ഇൻ ബിറ്റ്വീൻ ആയിരിക്കാം നിങ്ങളുടെ കട്ട് ഓഫ് വരുന്നത് അല്ലെ. 72നും 78നും ഇടയിൽ ബിറ്റ്വീൻ ആയിട്ട് നിങ്ങളുടെ കട്ട് ഓഫ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ജനറലിന് വരുമ്പോൾ നമുക്കൊരു 73 നമ്മുടെ കട്ട് ഓഫ് ആയിട്ട് ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഇപ്പൊ നടക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാമിന്റെ കട്ട് ഓഫ് ഒരു 73 നമുക്ക് ജനറൽ കാറ്റഗറി അൺറിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറിക്കാർക്ക് ഒരു 73 മാർക്സ് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. OBC ആകുമ്പോൾ വലിയ വ്യത്യാസമില്ല, അടുത്തടുത്ത് തന്നെയാണ്. ഒരു 69 മാർക്ക് അവരുടെ കട്ട് ഓഫ് വരും. ആൻഡ് EWS കാറ്റഗറി വരുമ്പോൾ 67 അല്ലെ, ഒരു 2 മാർക്കിന് വ്യത്യാസമേ വരുള്ളൂ, വലിയ വ്യത്യാസങ്ങൾ വരില്ല. പക്ഷെ 2019 ഈ EWS കാറ്റഗറി എടുത്തു നോക്കിയാൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കട്ട് ഓഫിൽ. അതായത് നോർമൽ കട്ട് ഓഫ് 60, 65 ആ റേഞ്ച് ആണെങ്കിൽ EWS കട്ട് ഓഫ് വരുമ്പോൾ 45, 47 ആ ഒരു പാറ്റേൺ ആണ്. പക്ഷെ ഇപ്പം എല്ലാവരും EW സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി പോകുന്നതുകൊണ്ട് ആ ഒരു കട്ട് ഓഫും റെയിൽവേ നല്ല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് EWSന്റെ കട്ട് ഓഫും വരുന്നത്. സോ അതും OBC ഒരു 2 മാർക്ക് ചിലപ്പോൾ സെയിം തന്നെ ആയിരിക്കും. OBCയും EWSും ചിലപ്പോൾ സെയിം തന്നെ ആയിരിക്കാം, ചില കേസിൽ ഒരു 2 മാർക്കിന്റെ ഡിഫറൻസ് വരും. ഇനി SSCയുടെ കട്ട് ഓഫ് എടുക്കുകയാണെങ്കിൽ ഒരു 60 ആ ഒരു റേഞ്ച് വരും. ആൻഡ് ST കട്ട് ഓഫ് ആണെങ്കിൽ നമുക്കൊരു 50. അപ്പൊ ഈ ഒരു റേഞ്ചിലായിരിക്കും ഇപ്പോൾ നടക്കുന്ന എക്സാമിന്റെ കട്ട് ഓഫ് കാൽക്കുലേഷൻ വരുന്നത്. സോ നമ്മൾ സേഫ് സ്കോറും കഴിഞ്ഞുള്ള കട്ട് ഓഫ് ഏരിയയാണ് പറഞ്ഞത്. അപ്പൊ സേഫ് സ്കോർ ഒരു 70+ ആണെങ്കിൽ നിങ്ങൾ സേഫ് ആണ്, നിങ്ങൾ ആയിരിക്കും. ഇനി നോർമലൈസേഷനും കൂടെ വരുമ്പോൾ ഒരു 78, 78 ഒരു 73 നമുക്ക് ജനറൽ കാറ്റഗറിയിലെ കട്ട് ഓഫ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു സേഫ് സ്കോർ ഉള്ളിൽ വെക്കുക. സേഫ് സ്കോർ എന്ന് പറയുന്നത് ഇത് സേഫ് സ്കോർ അല്ല, ഇത് കട്ട് ഓഫ് ഈ ഒരു റേഞ്ച് വരും. സേഫ് സ്കോർ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും ചെയ്തു, അപ്പൊ ഞാൻ സേഫ് ആണ്. അപ്പൊ ഒരു 70+ അറ്റംപ്റ്റ് ചെയ്തവര്, നെഗറ്റീവ് ഓർമ്മ വേണം, 1/3 നെഗറ്റീവ് ഉണ്ട്. സോ നെഗറ്റീവ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു 70 അറ്റംപ്റ്റ് ചെയ്തവര് ഉറപ്പായിട്ടും സേഫ് സ്കോറിലാണ്, അല്ലെങ്കിൽ സേഫ് സോണിലാണ്. നിങ്ങളുടെ ഒരു ഏകദേശം നിങ്ങൾ സേഫ് ആയിട്ട് നിൽക്കുകയാണ്. ഈ നോർമലൈസേഷനും കൂടി വരുമ്പോൾ നിങ്ങളുടെ കട്ട് ഓഫ് ഏകദേശം ഈ ഒരു ലെവലിൽ വരും, നമുക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാനും പറ്റും അല്ലെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും കട്ട് ഓഫ് ഒക്കെ ക്ലിയർ ചെയ്ത് നന്നായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഏതൊക്കെ ടോപ്പിക്കാണ് ഊന്നൽ കൊടുക്കേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പോഴും പറയാണ്, കറണ്ട് അഫയേഴ്സ് നല്ല ഊന്നൽ കൊടുത്ത് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഇനി എവിടെ നോക്കണം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നടക്കുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാൻ വല്ല വഴിയുമുണ്ടോ? തീർച്ചയായിട്ടും വഴിയുണ്ട്. നമ്മൾ ഡെയിലി 3 മണിക്ക് ഗ്രൂപ്പ് ഡിയുടെ ഒരു പവർ സെഷൻ ലൈവായിട്ട് പോകുന്നുണ്ട്. യൂട്യൂബിൽ ലൈവായിട്ട് നിങ്ങൾക്ക് 3 മണിക്ക് ഗ്രൂപ്പ് ഡി ഇപ്പോൾ നടക്കുന്ന എക്സാമിന്റെ, അതായത് നവംബർ 27 സ്റ്റാർട്ട് ചെയ്ത ഗ്രൂപ്പ് ഡി എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പവർ ബാച്ച്
ഇപ്പൊ കറന്റ് റണ്ണിങ് ആണ്. അപ്പോൾ ഇനി ഈ ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻസ് കിട്ടാൻ നിങ്ങൾ വേറെ എങ്ങും പോകണ്ട, ഈ ഒരു ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ റെഗുലർ ബേസിസ് തന്നെ 3 മണിയുടെ സെഷൻ അറ്റൻഡ് ചെയ്യുക. ഇനി ഗ്രൂപ്പ് ഡി എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രിപ്പറേഷൻ പോകണം അല്ലേ. അടുത്ത റെയിൽവേ NTPC വിളിച്ചിട്ടുണ്ട്, അതും മറക്കണ്ട. ഒരു എക്സാം കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് ഇരിക്കണ്ട, നമുക്ക് ജോലിക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളാം. ഇപ്പൊ ഗ്രൂപ്പ് ഡി എക്സാംസ് ഒക്കെ കഴിഞ്ഞവര് അടുത്ത എക്സാംസിന് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ച ആയുധങ്ങളൊക്കെ വീണ്ടും പൊക്കിയെടുക്കുക. സോ NTPC പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ. AZB അക്കാഡമിയോടൊപ്പം തന്നെ NTPCയുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി ക്ലാസ് സംബന്ധിക്കുന്ന അല്ലെങ്കിൽ കണ്ടന്റ് സംബന്ധിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ കമന്റിൽ ഒരു ഗൂഗിൾ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടൊക്കെ ചോദിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസും ഫ്രീ PDFs ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഒരു വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. സോ ചാനൽ ജോയിൻ ചെയ്താൽ ഫ്രീ PDFും ഈ ക്ലാസ്സും ഒക്കെ അവൈലബിൾ ആണ്. സോ എന്തായാലും വരുന്ന എക്സാംസ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. ഈ ഗ്രൂപ്പ് ഡി എക്സാം നന്നായിട്ട് പോയി അറ്റൻഡ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.